ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടിൽ കേരളം നിർദ്ദേശിച്ചതുപോലെ 9,993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് പരിസ്ഥിതി ദുർബല പ്രദേശമായി വരിക. 9,107 ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവുമാണ്. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന 3,110 ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കിയാണ് കരട് വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഫലത്തിൽ കൃഷിയിടങ്ങളും ജനവാസ പ്രദേശങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് കരട് വിജ്ഞാപനം. കേരളത്തിന്റെ പ്രധാന ആവശ്യവും ഇതായിരുന്നു. എന്നാൽ കരട് വിജ്ഞാപനം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ 60 ദിവസം പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് ചട്ടം. ഈ സമയത്ത് ഏതു വ്യക്തിക്കും കരടിന്മേൽ എതിർപ്പ് ഉന്നയിക്കാം. പരിസ്ഥിതി ലോല പ്രദേശത്ത് ഖനനം, ചുവപ്പ് പട്ടികയിലുള്ള വ്യവസായങ്ങൾ, താപവൈദ്യുത പദ്ധതികൾ എന്നിവയുൾപ്പെടെ കരട് വിജ്ഞാപനത്തിലും വിലക്കുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കോടതി തീരുമാനത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾക്ക് അന്തിമ തീരുമാനമാകൂവെന്ന് വിജ്ഞാപനത്തിന്റെ അവസാനം പറയുന്നു. ഈ മാസം 24-ന് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ പരിഗണനയ്ക്ക് കേസ് വരും. അപ്പോൾ സ്വാഭാവികമായും ഗോവ ഫൗണ്ടേഷൻ കരട് വിജ്ഞാപനത്തെ എതിർക്കാനാണ് സാധ്യത. കരട് വിജ്ഞാപനത്തിന് നിയമപരമായ സാധ്യതയില്ലെന്ന് വനം പരിസ്ഥിതി സെക്രട്ടറി ഡോക്ടർ രാജഗോപാലും പറയുന്നു. അന്തിമ വിജ്ഞാപനത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കാനാവൂ. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.